ക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണും. ക്ഷേത്ര നഗരികളില് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിലെ 5000 കോടിക്കും 10,000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20,000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നെണ്ണ എന്തൊരു കഷ്ടം ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചെലവാക്കത്തില്ല, നല്ല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് ഊരിക്കളയാം. കാരണം ഇതിനിപ്പോ ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടിവെച്ചേക്കാം. എന്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാക്കും. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കിയാണ്. ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും. സത്യമല്ല ചക്കരകള. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ. ഞാൻ തന്നെ ഇവിടെ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായത്, ഒരൊറ്റ ഹിന്ദുക്കളായ ആൾക്കാർ പണിയെടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സഹോദര. എല്ലാവരും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരിലും പണിയെടുക്കാൻ തയ്യാറല്ല. പണിക്ക് വന്നാൽ പണി മര്യാദക്ക് ചെയ്യത്തില്ല. തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അഥവാ വന്നിട്ടുള്ളവനാണ് ഇവനാണെങ്കിലും തിങ്കളാഴ്ച പണിക്ക് വരത്തില്ല. അതായത് ഞായറാഴ്ച വെള്ളമടിച്ച് ഹാങ് ഓവർ തീരാതെ തിങ്കളാഴ്ച പണിക്ക് വരാൻ പറ്റത്തില്ല. സത്യമാണല്ലേ. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറയട്ടെ, അവരിനി എന്തിനി അവരെ പറ്റി വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു പക്ഷപാതമൊന്നും പറയുമല്ല, പക്ഷം പിടിച്ച് പറയുകയല്ല. നമ്മൾ ജനറലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അവര് വല്ല ആക്രി വിറ്റാണേലും അവര് പൈസ ഉണ്ടാക്കും. കുടുംബം ഒന്നും ഇല്ലാത്തവനെ വല്ല ആക്രിയെങ്കിലും പെറുക്കിയിട്ട് വിറ്റ് കുടുംബം നോക്കും. അവന്റെ മക്കളും ഭാര്യയായിട്ട് പുറത്തു പോകും. അവൻ നല്ലൊരു സുഖമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്രി പെറുക്കുന്നവനായിരിക്കും. അവൻ നടക്കുന്ന നല്ല ബെൻസ് കാറിലും നല്ല കാറയിലും ഒക്കെയാണ് അവൻ നടക്കുന്നത്. അടിപൊളിയായിട്ട് ഒരുങ്ങി അവന്റെ ഉമ്മേനെയും ഭാര്യനെയും മക്കളെ ഒരുക്കി നല്ല റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണവും മേടിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷവും സുഖവും ഒക്കെ കൊടുക്കും. മനസ്സിലായ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ വേറെ കുറെ നെഗറ്റീവ് പറഞ്ഞു, അതൊന്നും എനിക്ക് കേൾക്കണ്ടായിരുന്നില്ല. നെഗറ്റീവില്ല, ഞാൻ പോസിറ്റീവിനെ കാണുന്നുള്ള. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഹിന്ദുക്കളായിട്ടുള്ളവർ കൂടുതൽ, നിങ്ങൾ എപ്പോഴും നോക്കി എന്താണ് ഹിന്ദുക്കളുടെ പുരോഗതി ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? അവൻ ഈഗോ, ഞാനെന്ന ഭാവം. ഞാൻ ഇന്ന പണിയെ ചെയ്യത്തുള്ളൂ, ഇന്നതാ ഞാൻ പഠിച്ചിരിക്കുന്നത്, ആ പണിയല്ല. വിദ്യാഭ്യാസമുള്ള പിള്ളേർ പോലും ജോലിക്ക് പോകത്തില്ല. അവന് ഈഗോ ആയിട്ട് വളർന്നു വരുന്നത്. മനസ്സിലായി? ഈഗോ ഫാമിലി അവന് അത് പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല. ഏത് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം എന്തും അവര് ഒരു ജോലിയുള്ളപ്പോൾ വേറൊരു ജോലി കൂടെ അതിന്റെ ഒപ്പം കൊണ്ടുവന്നു നോക്കും. അവർ എന്തെങ്കിലും ഒരു ബിസിനസ് അവരുടെ കൂടെ എപ്പോഴും കൂട്ടും. അവരങ്ങനെ ഈഗോ ഇല്ലാതെ ജീവിക്കാൻ, അവർക്ക് പൈസ കിട്ടണം, അവർക്ക് നല്ലതായിട്ട് ജീവിക്കണം, ആരെയും വാതിക്കെ തെണ്ടാതെ ജീവിക്കണം. ഈ മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എല്ലാം മേടിച്ചു കൂട്ടാൻ പറ്റുന്നത്. മനസ്സിലാക്കുക? ഇതൊന്നും ഇല്ലാതെ ഈഗോയും പിടിച്ച്. ഈ ചേച്ചി പറഞ്ഞത് എത്ര ശരിയാണെന്നറിയും. വളരെ കൃത്യമായ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിക്ക് ആ വിവരങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ചേച്ചി എണ്ണി പറഞ്ഞത് മുഴുവനും ശരിയാണ് എന്നുള്ളതാണ്. കാരണം മുസ്ലിങ്ങൾ സ്ഥലം വാങ്ങിക്കും. മുസ്ലിങ്ങളുടെ അടുത്ത് പൈസ ഉള്ളതുകൊണ്ടല്ലേ സ്ഥലം വാങ്ങിക്കുന്നത്, പൈസ ഉണ്ടാക്കിയിട്ടല്ലേ സ്ഥലം വാങ്ങിക്കുന്നത്. ഗൾഫിലാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ നമ്മൾ രാപ്പകരില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് മുസ്ലിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ കൊണ്ട് കെട്ടിപ്പൂട്ടി വീട്ടിൽ കൊണ്ടുവെക്കാനുള്ളതല്ല, അത് ഉപയോഗിക്കാനുള്ളതാണ്. ആ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ അസുഖി കാട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കട നടത്തുകയാണെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ കടകൾ ഏത് മുഖ്യ കടകളും ശ്രദ്ധിച്ചു നോക്കി. ചില ആളുകൾ കേട്ടോ നല്ല ഹൈ ലെവലായിട്ട് പൈസ ഉണ്ടാക്കുന്നതും പിന്നെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അംബാനി അദാനിയൊക്കെ ഹിന്ദുവല്ലേ, അവരൊക്കെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളല്ലാതെ തന്നെ സാധാരണക്കാരിൽ തന്നെ ചില ആളുകളുണ്ട്. ബാക്കിയുള്ള ഒരു മിക്ക കടകളിലും ഒരു 2 ബൾബ് പോലും മുന്നിലിടുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഇരുട്ടുണ്ടാവുക. ബൾബ് ഇടുക, അല്ലാതെ അവർക്ക് ഒന്ന് വൃത്തിയാക്കി നല്ല രീതിയിൽ പിന്നെ സെറ്റ് ചെയ്ത് വെക്കുക ഒന്നുമില്ല. അവർ നല്ല സാധനങ്ങൾ കൊണ്ടുവെക്കില്ല. അവർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്നിട്ട് ഇനി സാധനം ഉണ്ടോ ഇതുണ്ടോ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതില്ലാന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കിട്ടുന്ന കടയ്ക്ക് നമ്മൾ പോകും. അവിടെ നിന്ന് ഒരു സാധനം വാങ്ങാനായിട്ട് മറ്റൊരിടത്ത് പോകില്ല. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മൊത്തത്തിൽ പോകും. അപ്പോൾ നമ്മളെ ഈ കടകളിലെ കച്ചവടം നഷ്ടപ്പെടുന്നുള്ളതാണ്. അങ്ങനെ അവർ അതമ്പതിച്ച് താഴോട്ട് പോകും. അതിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പഠിക്കുക തന്നെ വേണം. പൈസ ഉണ്ടാക്കാൻ പഠിക്കണം. പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇവർ വെള്ളം അടിച്ച് ഞായറാഴ്ച ദിവസമല്ല, വൈകുന്നേരം ഡെയിലി വെള്ളടിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഫുൾ ടൈം വെള്ളടി. ആ വെള്ളടിച്ച് കീഴായി തിങ്കളാഴ്ച ജോലിക്ക് പോകില്ല. ശരിയെന്നെ ജോലിക്ക് പോകാൻ ഇവർക്ക് എഴുന്നേക്കാൻ കഴിയണം, എന്നിട്ടാണ് ജോലിക്ക് പോകാൻ. എന്നിട്ട് വീട്ടിൽ കച്ചറയും ബൈക്കുണ്ടാക്കി പിന്നെ വൈഫിനെയും ബൈക്കുണ്ടാക്കി ഇങ്ങനെ നടക്കും. വൈഫ് എല്ലാ പെണ്ണുങ്ങളും ജോലിക്ക് പോകും. ഇവിടെ നിന്ന് വിട്ട് എനിക്കാണെങ്കിൽ എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകും. കാരണം അല്ലെങ്കിൽ കുടുംബം പട്ടിണിയാവുകയും. കാരണം ഈ ആണുങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കില്ല. എല്ലാ സ്ത്രീകളും 100-90% സ്ത്രീകളും ജോലിക്ക് പോകും.
അതാണ് ഇവിടെ നിന്നാണ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ മലപ്പുറം ജില്ല വിട്ട് കഴിഞ്ഞാൽ കാണുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയിൽ അത്ര തന്നെ വെള്ളടിച്ച് നടക്കുന്ന ആളുകൾ കുറവാണ്. കാരണം എന്നാൽ മറ്റുള്ളവരോട് നാണക്കേടായിട്ടായിരിക്കും. ഏതായാലും ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം. കാരണം അവിടെ മുസ്ലിങ്ങളും ഉണ്ട്, കുറച്ചൊക്കെ അടിക്കുന്ന ആൾക്കാർ. എന്നാലും മുസ്ലിങ്ങൾ ആ ജോലി കൃത്യമായിട്ട് ജോലിക്ക് പോയി ബിസിനസ്സായിട്ട് കറക്റ്റായി ചെയ്യും. അവർ പൈസ ഉണ്ടാക്കും. അതിന് അസൂക്കി കാട്ടിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. ആ സ്ത്രീൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും കച്ചവടം ഉണ്ടാവും. ഈ നാടിന് പുരോഗതിയാണ്. എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാടിന് പുരോഗതിയാണ്. എല്ലാവരും അങ്ങനെ വളരട്ടെ, നാടും വളരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.